കൊടും ചൂടിൽ പച്ചക്കുടത്തണൽ വിരിപ്പുമായി മലനിരകളുടെ മനോഹാരിതയിൽ പിറവിയെടുത്ത മണ്ണാർക്കാട് മൈലാമ്പാടത്തെ കുരുതിച്ചാലിൽ സന്ദർശക പ്രവാഹം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായി അനേകം ആളുകളാണ് ഇപ്പോൾ ഇവിടം സന്ദർശിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കൊടും ചൂടിൽ പച്ചക്കുടത്തണൽ വിരിപ്പുമായി മലനിരകളുടെ മനോഹാരിതയിൽ പിറവിയെടുത്ത മണ്ണാർക്കാട് മൈലാമ്പാടത്തെ കുരുതിച്ചാലിൽ സന്ദർശക പ്രവാഹം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായി അനേകം ആളുകളാണ് ഇവിടം സന്ദർശിക്കാനെത്തുന്നത്. മണ്ണാർക്കാട് നഗരത്തിൽ നിന്നും ഏതാണ്ട് 12 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കുരുതിച്ചാലിൽ ഇപ്പോൾ സന്ദർശകരുടെ തിക്കും തിരക്കുമാണ്. സമീപവാസികളും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ജനങ്ങളും ഇപ്പോൾ കുരുതിച്ചാലിൽ നിത്യ സന്ദർശകരായിരിക്കുകയാണ്. ഞങ്ങൾ 3-ാം തവണയാണ് ഇവിടെ എത്തുന്നത്. നമ്മൾ 80 കിലോമീറ്ററോളം, നമ്മളെ ഭാഗത്തൊക്കെ ഭയങ്കര ഉഷ്ണമാണ്. അതുകൊണ്ട് 80 കിലോമീറ്റർ താണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദൂരം തണുപ്പ്, നമ്മളെ അടുത്തൊന്നും ഇത്ര നല്ല ഏരിയ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ 3-ാമത്തെ പ്രാവശ്യമാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വെച്ച് കഴിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി വന്നതാണ്. എങ്ങനെ ഇത്തരത്തിലൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് എങ്ങനെ അറിയപ്പെട്ടത്? അത് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞാണ്. നമ്മളൊരു 1 മാസം മുന്നേ വന്നപ്പോൾ ഇവിടെ ഇത്രയും വെള്ളം ഉണ്ട്. ആ വെള്ളത്തിന് ഇപ്പോഴൊരു കുറവ് പോലും വന്നിട്ടില്ല. ഇത്ര നല്ല വെള്ളമുള്ള സമയമാണ്. ഒരാഴ്ചൻ്റെ ഇടയ്ക്കുള്ള 2-ാമത്തെ വരവാണിത്. ഞങ്ങൾ ഇതിനൊരു പേരെന്നിട്ട് തണുപ്പ് തേടിയുള്ള യാത്ര, അതിന്റെ 3-ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ മനുഷ്യനും ജീവജാലങ്ങളും വെന്തുരുകുന്ന അവസ്ഥയിലേക്കായപ്പോഴാണ് ഇത്രയധികം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് എന്ന സത്യവും നിലനിൽക്കുന്നുണ്ട്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മനോഹാരിതയിൽ ഇഴുകിച്ചേർന്നിരിക്കുവാനും ശക്തമായ ചൂടിൽ നിന്നും സംരക്ഷണം തേടി രാവിലെ മുതൽ ഇവിടെ എത്തിച്ചേരുന്ന സന്ദർശകർ ജലാശയത്തിൽ കുളിച്ചും ഉല്ലസിച്ചും സമയം ചെലവഴിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കുമാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. ഇവിടെ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പ്, കാട്, വേനൽ, പിന്നെ ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ വെള്ളത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. സാധാരണ ഇങ്ങനെ ഒരു ഓപ്പൺ സ്ഥലം എന്ന് പറയുമ്പോൾ അത് മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ നിലക്ക് പക്ഷേ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ പൊതുവേ കുറവാണ്, ക്ലീനാണ്. യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ കൂടി വരുന്നവരൊക്കെ അത് ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ വന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കടന്നു പോകുന്നു. പെരിന്തൽമണ്ണ. അതെ, തീർച്ചയായും പ്രകൃതിയുടെ പറയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ്. കുറച്ച് ഡേഞ്ചറാണ്, സൂക്ഷിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. മക്കളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇത് എൻജോയ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം. മക്കളത് കണ്ടപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമുക്കും പേടിയാണ്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഇത് ശരിക്കും ഇതിനെക്കുറിച്ച് നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ ശരിക്കും ഇവർ കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. അല്ലെങ്കിൽ നമുക്ക് വരുന്ന വഴികൾ ഇതിപ്പോൾ പൊതുവായിട്ട് പുറത്തുള്ള ആരും ചെയ്തതാണ്. പക്ഷെ ഒന്നൊരു വഴി അല്ലെങ്കിൽ ഇറങ്ങാനുള്ള, പിന്നെ ഇത് ഒരുപാട് മലിനമാക്കുന്ന രൂപത്തിൽ പല പ്രവൃത്തികളും നടക്കുന്നുണ്ട്, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടി നാട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ ആരാണോ അതിന് അധികാരപ്പെട്ടവർ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നാളെയും ഉപകാരപ്രദമായിട്ട് ഇതുപോലെ ഒരെണ്ണം സംരക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. വേനൽ ചൂടിന്റെ പിടിയിൽ നിന്നും രക്ഷ നേടാൻ കുരുതിച്ചാൽ കരുണയുടെ ഒരു തുരുത്തായി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു.